കണ്ടോ, ഇത്ര കാമായ പ്ലേസിൽ ഫാമിലിയായി സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയ ഗ്യാതറിംഗ്സ് നടത്താനും പറ്റിയ ഒരു കിടിലൻ സ്പേസ് നോക്കുകയാണോ? അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി പരാതി. മറ്റുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നത് മോശമാണെന്നും റീൽസിന് വേണ്ടി തരം താഴുന്ന പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് മാറ്റിയെടുക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് CPIM പ്രതിപക്ഷ അംഗം അബ്ദുൾ സലാം പറഞ്ഞു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഒരു വീഡിയോ കണ്ടു. മുള്ളൂർക്കര സർവീസ് സഹകരണ ബാങ്കിലേക്ക് സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പെൻഷൻ വിതരണം ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങളുടെ തറവാട്ട് മുതലല്ല, മര്യാദയ്ക്ക് വിതരണം ചെയ്യുക എന്ന ഒരു രീതിയിലേക്കുള്ള സംസാരമായി ഒരു വീഡിയോ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു കോമാളിയായി മാറുന്നത് വളരെ മോശമാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറ്റിയ ഇതല്ല. ഞാനും ഈ പഞ്ചായത്തിൻ്റെ അകത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കും വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഒരുപാട് കാലം വർക്ക് ചെയ്തതാണ്. നമ്മൾ പൊതുസമൂഹത്തിൽ ഉയരും തോറും താഴാനുള്ള ഒരു സമീപനം വേണം. അദ്ദേഹം മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ദാക്ഷ്യത്തോടു കൂടി പെരുമാറുന്നത് വളരെ മോശമാണ്. പെൻഷൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൊടുക്കാൻ ബാങ്കിലേക്ക് വന്നത് 21/8-നാണ്. എന്നാൽ 20/8-ന് മുള്ളൂർക്കര സർവീസ് സഹകരണ ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് വിതരണം ആരംഭിച്ചു. ഇന്ന് പഞ്ചായത്തിനകത്ത് മുഴുവൻ പ്രദേശത്തും വിതരണം ചെയ്തു. ഇന്ന് സ്ഥലത്തില്ലാത്ത 8-10 ആളുകളാണ്. അത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം വൈകിട്ടാണ്. ചിലപ്പോൾ ചെറുത്തിയിലോ മുള്ളൂർക്കരയിലോ മറ്റ് സമീപപ്രദേശത്തുള്ള ആളുകളാണ്. അത്തരം ആളുകളെ മാത്രമേ ഇനി പെൻഷൻ കൊടുക്കാനുള്ളൂ. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പെൻഷൻ കൊടുക്കുന്ന ജീവനക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അതും വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് ഈ പെൻഷൻ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആഭാസത്തരം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇതേമാതിരി തന്നെയാണ് അസറംകുണ്ട് ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു റീൽസ് ഞാൻ റേഞ്ചറെയാണ് വിളിക്കുന്നത്, ഞാൻ ഫോറസ്റ്ററാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ DFOനെ വിളിക്കുന്നത് പറഞ്ഞ് ഡാം തുറക്കാൻ ഞാൻ അംഗീകാരം മേടിച്ചു എന്നുള്ളത്. അങ്ങനെ റീൽസിന് വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തരം താഴുന്ന ഈ പ്രവൃത്തി മാറ്റിയെടുക്കണം. കാരണം ഈ പെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാതെ തന്നെയാണ് കൊടുത്തത്. കാരണം പഞ്ചായത്ത് ബാങ്കിലേക്ക് പൈസ വരുന്നതിന് മുമ്പ് തന്നെ ഓണത്തിന് പാവപ്പെട്ടവർക്ക് എത്തിക്കണം എന്ന ആ ലക്ഷ്യത്തോടു കൂടിയാണ് ബാങ്ക് അതായത് 21-ാം തീയതി പൈസ വരുന്നത് ട്രഷറിയിൽ വരുന്നു, 20-ാം തീയതി തന്നെ പൈസ വിതരണം ചെയ്യുന്നു. ഇത് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ ആളുകൾക്കും എത്തിക്കാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. 368 ആൾക്ക് കൊടുക്കാനുള്ള ചില ജീവനക്കാർ ആ 368 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾക്ക് 5-6 ആളുകളാണ് ഈ പെൻഷൻ കൊടുക്കാനുള്ളത് ചില വാർഡുകളിൽ. ആ ആളുകൾക്ക് അവർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ടും ഇത്രയും മോശമായി ചിത്രീകരിക്കുന്ന പ്രവൃത്തി ശരിയല്ല. പ്രസിഡന്റ് ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിർത്തണം. ഇത്തരം ഈ ബാലിശമായ വീഡിയോ ഇട്ടിട്ട് തരം താഴുന്ന പ്രവൃത്തി മാറ്റിയെടുക്കണം. കണ്ടോ, ഇത്ര കാമായ പ്ലേസിൽ ഫാമിലിയായി സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയ ഗ്യാതറിംഗ്സ് നടത്താനും പറ്റിയ ഒരു കിടിലൻ സ്പേസ് നോക്കുകയാണോ? ഒപ്പം യോഗ, ജിം, കിഡ്സ് പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ സൗകര്യങ്ങളും. ജംഗിളാർക്ക് ഹോം സ്റ്റേ, ദേശമംഗലം. ഫോൺ 9037021268.